ചില സിനിമകൾക്ക് വേണ്ടി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കാറുണ്ട്. അങ്ങനെ ചില സ്പെഷ്യൽ നടന്മാരുടെ സിനിമകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ അത് ചിലപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയായിരിക്കും, റിലീസിന് തയ്യാറായിരിക്കുകയായിരിക്കും, ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയായിരിക്കും എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഒരു ചെറിയ ഒരു കാര്യത്തിൽ നിന്നും അവർക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടാകുകയാണ് ഒരു സിനിമയിൽ. അങ്ങനെ ഒരു പ്രതീക്ഷ വേണമെങ്കിൽ അതൊരു സൂപ്പർ താരത്തിന്റെ സിനിമ തന്നെയായിരിക്കും. മോഹൻലാലോ രജനീകാന്തോ പോലുള്ളവർ. ഇപ്പോൾ പറയാനുള്ളതും അവരെ കുറിച്ച് തന്നെയാണ്. മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്ക് പ്രതീക്ഷ വരണമെങ്കിൽ അതൊരു കോംബോ ആയിരിക്കും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ കോംബോ ഒരു പ്രഗത്ഭ സംവിധായകനോ തിരക്കഥാകൃത്തോ ഒന്നുമല്ല. മോഹൻലാൽ പുതിയ ചില സംവിധായകർക്കൊപ്പവും പുതിയ യങ് ടീമിനൊപ്പവും ചേരുന്നു എന്നത് തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ആരാധകർക്കും പ്രേക്ഷകർക്കും വലിയ ആകാംക്ഷയാണ്. കാരണം ഈ അടുത്തിടയ്ക്ക് അങ്ങനെ ചില മാജിക്കുകൾ സംഭവിച്ചു. ഒരു പുതിയ ടീമിനൊപ്പം പുതിയ സംവിധായകനൊപ്പം മോഹൻലാൽ ചേർന്നപ്പോൾ മോഹൻലാലിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെ കിട്ടി. അത് വലിയ ഹിറ്റാക്കി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മോഹൻലാലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പോഴിതാ തുടരും എന്ന ചിത്രത്തിന് ശേഷം ഹൃദയപൂർവ്വം എന്ന ചിത്രം നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ്. റിലീസായി. അതിനുശേഷം മോഹൻലാൽ ചെയ്യാൻ പോകുന്നത് ദൃശ്യം 3 എന്ന ജിത്തു ജോസഫ് മോഹൻലാൽ ചിത്രമാണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, കാരണം 3ാം പാർട്ടാണ്. വലിയ ആകാംക്ഷയാണ്. എന്നിരുന്നാലും ഇതിൽ കൂടുതൽ ആകാംക്ഷ മറ്റൊരു ചിത്രത്തിലേക്ക് പോകുന്നുണ്ട്. ഒരു പുതിയ പ്രൊഡക്ഷൻ ഹൗസിനും പുതിയ സംവിധായകനും തിരക്കഥാകൃത്തിനും ഒപ്പം മോഹൻലാൽ ചേരുന്നു. L365 എന്ന ഓസ്റ്റിൻ ഡാൻസ് സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ. ഈ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ട്രാക്കർമാർ അങ്ങനെ ചില റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നു. ഉടനെ തന്നെ മോഹൻലാൽ ചെയ്ത് തീർക്കാൻ പോകുന്ന സിനിമകളിൽ ഒന്നാണ് L365 എന്ന സിനിമ. കൂടാതെ മോളിവുഡിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രോജക്റ്റുകളിൽ ഒന്നുകൂടിയാണിത്. പ്രേക്ഷകർ അതുപോലെയാണ് ഈ ചിത്രത്തെ കാത്തിരിക്കുന്നത്. മോഹൻലാൽ, ഓസ്റ്റിൻ ഡാൻ തോമസ്, ആഷിഖ് ഉസ്മാൻ ചിത്രം L365 നിലവിലെ പദ്ധതികൾ പ്രകാരം 2025 നവംബറിൽ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നു എന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മോഹൻലാൽ ഈ ചിത്രത്തിലേക്ക് കടക്കാൻ പോകുന്നു. അപ്പോഴാണ് മോഹൻലാലിന്റെ ഷൂട്ടിംഗ് പ്ലാനുകളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. 2025 വളരെ പ്രോമിസിംഗ് ആയ സിനിമകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. എമ്പുരാനും തുടരും എന്ന ചിത്രങ്ങൾ. ഇപ്പോഴിതാ ഓണത്തിന് ഹൃദയപൂർവ്വം എത്താൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ മോഹൻലാൽ പുതിയ പ്രോജക്റ്റുകളിലേക്ക് ഈ വർഷം തന്നെ കടക്കുന്നു. സെപ്റ്റംബർ 16 ദൃശ്യം 3ലേക്ക് മോഹൻലാൽ ജോയിൻ ചെയ്യാൻ പോകുന്നു ഷൂട്ടിനായി എന്നാണ് റിപ്പോർട്ടുകൾ. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മോഹൻലാൽ നവംബറിൽ L365 എന്ന ചിത്രത്തിലേക്ക് കടക്കുകയാണ്. ഈ രണ്ട് ചിത്രങ്ങളും വളരെ ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ്. ഇതെല്ലാം 2026 നമ്മുടെ മുന്നിലേക്ക് വരാനും പോകുന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷവും. കാരണം അടുത്ത വർഷവും മോഹൻലാലിൻ്റെതായി ഗംഭീര സിനിമ നമുക്ക് കിട്ടാൻ പോകുന്നു എന്നത് തന്നെ. അപ്പോഴാണ് L365 എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പ്ലാനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വരുന്നത്. നവംബറിൽ എല്ലാം ആരംഭിക്കുന്നു എന്ന വിവരം. കൂടാതെ ഈ സിനിമയുടെ പ്രധാന ലൊക്കേഷനുകൾ തൊടുപുഴയും മുംബൈയുമാണ്. ഇതിനു മുമ്പേ ഈരാറ്റുപേട്ട ഈ ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈരാറ്റുപേട്ട മാറ്റിയിട്ടാണ് ഇപ്പോൾ തൊടുപുഴയിലേക്ക് ഇവർ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം പ്രൊഡക്ഷന് ഏറ്റവും എളുപ്പവും ഷൂട്ടിങ്ങിന് ഉതകുന്നതുമായ സൗകര്യങ്ങൾ നോക്കിയാണ് തൊടുപുഴയിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ലൊക്കേഷൻ വരെ തീരുമാനിച്ചു കഴിഞ്ഞു. ഷൂട്ടിംഗ് പ്ലാനുകളൊക്കെ റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളുടെ ഒരുക്കങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാലിന്റെ വ്യത്യസ്തമായ ഒരു പോലീസ് വേഷം, അതുപോലെ തന്നെ ഏത് ഗണത്തിൽ വരുന്ന ചിത്രം, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറോ എന്നൊക്കെ രീതിയിൽ പല ഇന്റർപ്രിട്ടേഷനുകളും ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. സംവിധായകനും നിർമ്മാതാവും ഒക്കെ ഈ ചിത്രത്തെക്കുറിച്ച് വാചാലരാകുന്നത് നമ്മൾ കേൾക്കുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ ചിത്രത്തിന്റെ ഒരു ആകാംക്ഷ പ്രേക്ഷകരിൽ കൂടിയിട്ടുമുണ്ട്. ഇപ്പോൾ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇങ്ങനെയാണ്. ഇനിയുള്ളത് നമ്മുടെ മുന്നിലേക്ക് റിലീസിന് ഒരുങ്ങി നിൽക്കുന്ന സിനിമയാണ്. അതിന് ഏറ്റവും വലിയ ആകാംക്ഷ നൽകിക്കൊണ്ട് സാക്ഷാൽ സംവിധാനം തന്നെയാണ് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് രജനീകാന്തിന്റെ കൂലിയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഈ ചിത്രത്തിന്റെ ആകാംക്ഷ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ലോകേഷ് കനകരാജ് എന്ന സംവിധായകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂലിയിലെ ഇന്റർവൽ സീനിലെ പ്രേക്ഷക പ്രതികരണത്തിനാണ് താൻ കാത്തിരിക്കുന്നതെന്ന് സംവിധായകൻ ലോകേഷ് കനകരാജ് പറയുകയാണ്. രജനീകാന്തിനൊപ്പം ആദ്യമായി ഒരു സിനിമ ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായി നൽകണമെന്ന 2 വർഷത്തെ കഠിനാധ്വാനമാണ് തനിക്ക് ഈ സിനിമയെന്നും ലോകേഷ് പറയുന്നുണ്ട്. തിയേറ്ററിൽ പ്രേക്ഷകരുടെ ഒപ്പം കാണാൻ ഏറ്റവും കാത്തിരിക്കുന്നത് കൂലിയിലെ ഏത് രംഗത്തിന് എന്ന ചോദ്യത്തിനായിരുന്നു ലോകേഷിന്റെ മറുപടി വന്നത്. ഞാൻ കാത്തിരിക്കുന്നത് കൂലിയിലെ ഇന്റർവൽ സീനിന് വേണ്ടിയാണ്. ഞാൻ കമൽഹാസൻ ആരാധകൻ ആണെങ്കിലും രജനീകാന്തിനൊപ്പം ഒരു സിനിമ ആദ്യമായി ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായി നൽകണം. ഒരു സ്പെഷ്യൽ രംഗമാണ് രജനി സാറിന് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത്. 2 വർഷത്തെ കഠിനാധ്വാനമാണ് എനിക്ക് കൂലി. ആ സീനിൽ തിയേറ്ററിലെ പ്രേക്ഷകരുടെ പ്രതികരണം എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ലോകേഷിന്റെ വാക്കുകൾ ഇതായിരുന്നു. അതിനൊപ്പം തന്നെ ഈ ചിത്രവുമായി സഹകരിക്കുന്ന പലരും ഈ ചിത്രത്തെക്കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ട് ആകാംക്ഷ ഇരട്ടിക്കുന്ന ഓരോ സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഈ സിനിമയിലെ അണിയറ പ്രവർത്തകരിൽ ഒരാൾ, സഹസംവിധായകരിൽ ഒരാൾ പറയുകയുണ്ടായി ഈ ചിത്രത്തിലെ LCU കണക്ഷനുമായി ബന്ധപ്പെട്ട്. കാരണം എല്ലാവരും നോക്കിയിരിക്കുന്നത് LCU കണക്ഷൻ ഈ ചിത്രത്തിന് ഉണ്ടാകുമോ എന്നതാണ്. ഈ ചിത്രം LCU കണക്ഷൻ ഒന്നുമില്ലാത്ത സ്റ്റാൻഡ് അലോൺ ചിത്രമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞുവെങ്കിലും ഈ ചിത്രത്തിനും ഒരു LCU കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം LCU കണക്ഷൻ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. ഇത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്തിയത്. അപ്പോൾ ലിയോ പോലെ എന്തെങ്കിലും എവിടെങ്കിലും ഒരു കണക്ഷൻ ഇട്ടുകൊണ്ട് LCUലേക്ക് കൂലിയും കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പറഞ്ഞു വെക്കുകയാണ് ഇങ്ങനെ ചില കാര്യങ്ങളും. അങ്ങനെ ഓരോ ദിവസവും കൂലി എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്ക് ആകാംക്ഷകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.